നമസ്കാരം. ബ്രെയിൻ റോട്ട്, ബൗദ്ധികവും മാനസികവുമായ ആരോഗ്യത്തിലുണ്ടാകുന്ന ആഘാതമാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2024 വാക്കായി ദ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് ഓക്സ്ഫോർഡ് തിരഞ്ഞെടുത്തിരിക്കുന്ന പദമാണ് ബ്രെയിൻ റോട്ട്. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും വഴി നിലവാരമില്ലാത്തതും മൂല്യമില്ലാത്തതും ഉപയോഗശൂന്യവുമായ കാര്യങ്ങൾ സ്ഥിരമായി കാണുകയും വായിക്കുകയും അയവിറക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ബുദ്ധിക്കും മനസ്സിനും ഉണ്ടാകുന്ന തകരാറിനെയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളുടെ ഗ്രാഫ് പരിശോധിച്ചാൽ യുവജനങ്ങളിലും കുട്ടികളിലും ഇത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയയിലെ ഇതുപോലെയുള്ള തരംതാണ കാഴ്ചകളും കേൾവികളും ബുദ്ധിയെയും മനസ്സിനെയും ഇടുങ്ങിയ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ജീവിതത്തിന് ഉപകാരമില്ലാത്ത രീതിയിൽ ഒരു തരം ന്യൂറോ കെമിക്കൽ ഡോപ്പമൈൻ, ആവശ്യമില്ലാത്ത സന്തോഷത്തിൻ്റെ ഹോർമോൺ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ഒരു വ്യക്തിയെ വ്യക്തിയല്ലാതാക്കി മാറ്റുന്നു എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നത്. സർഗാത്മകത നഷ്ടപ്പെടുത്തുകയും വ്യക്തിയിൽ നിരാശ വർദ്ധിപ്പിക്കുകയും താൻ വെറുമൊരു യന്ത്രമാണ്, വേറെന്തോ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ന അവസ്ഥയിലേക്ക് മനുഷ്യ മസ്തിഷ്കത്തെയും ജീവിതത്തെയും ശേഷിയെയും ഒക്കെ നിലവാര തകർച്ചയിലേക്ക് കൊണ്ടുപോകുകയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നു, ദിനചര്യകൾ ഇല്ലാതാകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു. അങ്ങനെ അമിതമായ സ്ക്രീൻ അടിമത്തം, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ഇത് വല്ലാത്തൊരു രോഗമായി മാറുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം അത് മനസ്സിനെയും ശരീരത്തെയും തളർത്തുന്നു എന്നതാണ് വാസ്തവം. വ്യക്തിത്വങ്ങൾ, അതിൻ്റെ വളർച്ച ഇതൊന്നും ഉണ്ടാകാതെ ഒറ്റയാന്മാരായി അവനവനിലേക്ക് ചുരുങ്ങി സാമൂഹിക പ്രതിബദ്ധത നഷ്ടപ്പെടുത്തി ഒരു വ്യക്തിയല്ലാതായി മാറുന്ന അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. ബ്രെയിൻ റോട്ടിങ്ങിന് വിധേയനാകുന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടും. യാതൊരു രീതിയിലുമുള്ള സന്തോഷത്തിലോ മറ്റുള്ളവരുമായിട്ട് ഇഴുകിച്ചേരുന്നതിലോ സാമൂഹികമായ ഇടപഴകലിലോ ഒന്നും ശ്രദ്ധ കാണിക്കാതെ അവനവനിലേക്ക് ചുരുങ്ങും. ക്ഷമാശീലം, ഉറക്കം, ഭക്ഷണക്രമം, വൃത്തി, ജീവിതചര്യ ഇതൊന്നും യാതൊരു ശ്രദ്ധയുമില്ലാതെ മാറ്റി നിർത്തും. അങ്ങനെ സൃഷ്ടിപരതയും സർഗാത്മകതയും നഷ്ടപ്പെട്ട് ദയാനുകമ്പയും സഹാനുഭൂതിയും ഇല്ലാതെ വെറും അടിമത്തത്തിലേക്ക് ഒരു വ്യക്തി അധപ്പതിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന ഈ ഒരു തരം സ്ക്രീൻ അടിമത്തം വ്യക്തികളെ വ്യക്തികളല്ലാതാക്കി മാറ്റുകയും നമ്മുടെ യുവതലമുറയെ, നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല മനസ്സും നല്ല ബുദ്ധിയും നമ്മുടെ കുഞ്ഞുങ്ങളിലും പുതുതലമുറയിലും ഉണ്ടായി വളർത്തിയെടുത്ത് അവരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളും വ്യക്തിത്വങ്ങളുമായി നമുക്ക് വളർത്താം. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. സോഷ്യൽ മീഡിയ അടിമത്തം ഇന്ന് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. എന്ത് കാണണം, എന്ത് കേൾക്കണം എന്ന് തിരിച്ചറിയാതെ, ഒരുപക്ഷെ അതിനിടം കൊടുക്കാതെ പലതും നമ്മുടെ കാതുകളിലേക്കും കണ്ണുകളിലേക്കും കുത്തി നിറയ്ക്കുന്ന, നമ്മുടെ മസ്തിഷ്കത്തിലേക്കും കുത്തി നിറയ്ക്കുന്ന ഒരു തലം, ഒരു സാമൂഹിക അവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. സത്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്രയേറെ പ്രശ്നകലുഷിതമായി നമ്മുടെ ജീവിതത്തെ ഉള്ളതും ഇല്ലാത്തതും അർദ്ധസത്യങ്ങളും അനാവശ്യങ്ങളും സത്യാനന്തരങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട്
നമ്മളെ മറ്റൊരു രീതിയിൽ വഴി നടത്തുന്ന അല്ലെങ്കിൽ മാർഗഭ്രംശം നടത്തുന്ന ഒരു രോഗാവസ്ഥ നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് വിവേചന ശക്തി നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ അവസരങ്ങളാണ്, അതേസമയം അത് അപകടങ്ങളും ആണ് എന്നുള്ള തിരിച്ചറിവും, എന്ത് കാണണം എന്ത് കേൾക്കണം എന്നുള്ള ത്യാജ്യഗ്രാഹ്യ വ്യവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് ശരിക്കും സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ മനുഷ്യകുലത്തിനും വ്യക്തിജീവിതത്തിനും നന്മയ്ക്കുപകരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയും അവബോധവും നമ്മുടെ ഉള്ളിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് ബ്രെയിൻ റോട്ട് നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അപകടകാരിയായ ഈ രോഗത്തെ ജാഗ്രതയോടുകൂടെ കാണാനും വേണ്ട വിധം ചികിത്സിക്കാനും നമുക്ക് സാധിക്കട്ടെ. നമസ്കാരം. നന്ദി.